ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കരീന. ഇന്നലെ നടന്ന സൂപ്പർ 8 മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. സിംബാബ്വെയെ 72 റൺസിന് പരാജയപ്പെടുത്തി. എല്ലാ ബാറ്റർമാരും തിളങ്ങിയ ഒരു മത്സരമായിരുന്നു ഇത്. മലയാളി താരമായ സഞ്ജു സാംസൺ ഇന്ത്യക്ക് മികച്ച ഒരു തുടക്കം നൽകി. 15 പന്തുകളിൽ നിന്നും 24 റൺസാണ് സഞ്ജു എടുത്തത്. ഒരു 4ഉം 2 സിക്സറും അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ നേടി എന്നുള്ളതാണ്. ആ ഒരു മികച്ച തുടക്കമാണ് പിന്നീട് ഇന്ത്യക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ രവിചന്ദ്രൻ അശ്വിൻ തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ചെറിയ സ്കോർ കൊണ്ട് തൃപ്തിപ്പെടരുത് എന്നാണ് അശ്വിൻ്റെ അഭിപ്രായം. സമീപകാലത്തൊന്നും സഞ്ജു സാംസൺ ബിഗ് സ്കോറുകൾ നേടിയിട്ടില്ല. അത് പരിഹരിക്കണം. കിട്ടുന്ന ഈ ഒരു മികച്ച തുടക്കം അത് മുതലെടുക്കേണ്ടതുണ്ട് എന്നാണ് അശ്വിൻ ഇപ്പോൾ സഞ്ജുവിന് ഉപദേശമായി കൊണ്ട് നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് സഞ്ജു സാംസൺ. അദ്ദേഹം ഒരുപാട് നേരം ക്രീസിൽ തുടർന്ന് ഒരു ബിഗ് സ്കോർ നേടിയെടുക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഇതിനേക്കാൾ മികച്ച ഒരു അവസരം ഇനി സഞ്ജുവിന് ലഭിക്കാനില്ല. സഞ്ജു എപ്പോഴും മികച്ച തുടക്കം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. പക്ഷെ അത് മുതലെടുക്കാൻ അവന് സാധിക്കാറില്ല. ഇന്റർനാഷണൽ ക്രിക്കറ്റിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് വേൾഡ് കപ്പ്. അത് സഞ്ജു മുതലെടുക്കണം. എൻ്റെ സ്വപ്നം എന്തെന്നാൽ സഞ്ജു ഒരു സെഞ്ചുറി നേടിക്കൊണ്ട് ഈ വേൾഡ് കപ്പ് ഫിനിഷ് ചെയ്യണം എന്നുള്ളതാണ്. സെഞ്ചുറി നിർബന്ധമില്ല, ഒരു മാച്ച് വിന്നിംഗ് നോക്ക് ഉണ്ടായാൽ മതി. ഒരു ബിഗ് സ്കോർ ഞാൻ സഞ്ജുവിൽ നിന്നും ആഗ്രഹിക്കുന്നു. ഇതാണ് അശ്വിൻ പറഞ്ഞിട്ടുള്ളത്. നല്ല ഒരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത്. ശരിയാണ്, സഞ്ജു നല്ല രൂപത്തിലുള്ള ഒരു തുടക്കം ഇന്ത്യക്ക് നൽകുന്നുണ്ട്. പക്ഷേ കൂടുതൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. ബിഗ് സ്കോറുകൾ അദ്ദേഹത്തിൽ നിന്നും ആവശ്യമാണ്. ഇനിയിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റ് ഇൻഡീസിനെതിരെ മറ്റൊരു ജീവൻ മരണ പോരാട്ടം നടക്കുന്നുണ്ട്. ആ മത്സരത്തിലും ഇന്ത്യ ഇതേ പ്ലേയിങ് 11 നിലനിർത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മികച്ച ഒരു സ്കോർ ആ മത്സരത്തിൽ സഞ്ജുവിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.